ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ആദ്യം തന്നെ എല്ലാവർക്കും വിഷുദിന ആശംസകൾ. എല്ലാവർക്കും ആരോഗ്യത്തോടെ ഹാപ്പി ആയിട്ട് ആഗ്രഹിച്ചതെല്ലാം സാധിക്കുന്ന ഒരു വർഷമാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഊഹിച്ചാലറിയാം, വിഷു അത് തന്നെയാണ്. വിഷുവിൻ്റെ നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. സോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇവിടെ വീട്ടിൽ ശൈലമ്മയ്ക്ക് എത്ര കണിയൊരുക്കിയാലും മതിയാവില്ല, അതുകൊണ്ടാണ് ഇത്രയും അധികം സാധനങ്ങൾ. ആൻഡ് ഈ വിഷുവിൻ്റെ 2 താരങ്ങൾ ചാമ്പയ്ക്കയും മുല്ലപ്പൂവ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. കടലേ കവർ നിറച്ചും സാധനങ്ങൾ. ആൻഡ് ഇതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അപ്പോൾ കണിയൊരുക്കിയാലോ? വിഷു ആയ എൻ്റെ ശൈലു പച്ചക്കറിക്കട മൊത്തം വാങ്ങി കൊണ്ടുവരും കേട്ടോ, അല്ലേ? എൻ്റെ കലയ്ക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടോ? ഇയാളാണ് നമ്മുടെ വിഷുക്കണിയിലെ മെയിൻ ഹീറോ. കഴിഞ്ഞിട്ടില്ല, ശ്രീശൈലത്തിൽ എത്രത്തോളം കൃഷ്ണന്മാരും ഗുരുവായൂരപ്പന്മാരും ഉണ്ടോ അവരെയൊക്കെ കണിക്ക് വെച്ചാലേ ശൈലമ്മയ്ക്ക് സമാധാനമാവുള്ളൂ. കണിയിൽ ഓരോരുത്തരെയും വെച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ശ്രീശൈലത്തിൽ ഇത്രയും മാത്രം ഗുരുവായൂരപ്പന്മാരും കണ്ണന്മാരും ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീവി വന്നത്, അതും എൻ്റെ ഫേവറേറ്റ് പടക്കങ്ങളായിട്ട്. കൊണ്ടുവന്ന പടക്കത്തിൽ ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. കാരണം വന്നപ്പോൾ തന്നെ അതിന് ടൈറ്റിലിട്ടു, അമ്മോ നിൻ്റെ അത്ര വലുപ്പമുള്ള കമ്പിത്തിരി ഞാൻ നിനക്ക് വാങ്ങിയിട്ടുണ്ടെന്ന്. പടക്കങ്ങൾ കണ്ട എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കണി റെഡിയാക്കി ഞങ്ങളെല്ലാവരും ഉറങ്ങി. ഞാനും വീവിയും ഒരു 3-3:30 ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. എല്ലാ കൊല്ലവും ശൈലമ്മയാണ് രാവിലെ നേരത്തെ എണീച്ച് വിളക്കൊക്കെ കൊളുത്തി ഞങ്ങൾ കണി കാണിക്കുക. ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ നേരത്തെ എല്ലാം അറേഞ്ച് ചെയ്ത് അമ്മയെ കണ്ണടച്ചുകൊണ്ടെന്ന് കണി കാണിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരാളും കൂടെ ഉണ്ടല്ലോ, എൻ്റെ അമ്മ. അമ്മേനെ മെല്ലെ എണീപ്പിച്ച് കണിയൊക്കെ കാണിപ്പിച്ച് ഞങ്ങളുടെ മോസ്റ്റ് എക്സൈറ്റഡ് പാർട്ടായ വിഷുക്കൈനീട്ടം വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പോട്ടെ സന്തോഷമായി ഞാൻ വീഴും ചിന്ന ആരോഗ്യവും ആയുസ്സും സന്തോഷവും സമൃദ്ധവുമായ നല്ലൊരു വർഷമാവട്ടെ. വിഷു കൈനീട്ടം ഏറ്റുവാങ്ങാനായി രാജശ്രീയെ എന്താണ് ശ്രീമ പറയാളെ? എന്താണ് ശൈലിന് പറയാളെ? നോക്കാണ്. അപ്പൊ 2025 വിഷു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ രോഗവിമുക്തമായ അങ്ങനെ കൈ നിറച്ച് കൈനീട്ടമൊക്കെ വാങ്ങി ഞങ്ങളിതേ പടക്കം പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പടക്കങ്ങളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളൊരു പടക്കമാണ് രാജശ്രീ കൈകാര്യം ചെയ്യാൻ പോണത്. പേടിയെന്ന് പറയുന്നത് കുട്ടിക്കില്ല. പ്രത്യേകിച്ച് ശ്രീനമ്മയ്ക്കും അതെ, പേടിയില്ല. ഈ തകർത്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇട്ടാപ്പൊട്ടി. നിങ്ങളെല്ലാവരും ഇട്ടാപ്പൊട്ടി പൊടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ വല്ല പടക്കങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അടുത്ത വിഷയം എന്തായാലും നമുക്ക്
ശ്രീരമയ്ക്ക് കിട്ടിയാൽ അതിൽ കമ്പിത്തിരിയിൽ വരെ പടക്കം. ഈ പടക്കം കൈനീട്ടമൊക്കെ പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ വിഷുവിന് കഴിക്കുന്ന ഭക്ഷണവും. അപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി, കൂടാതെ അതിൻ്റെ ഓർമ്മ ഒരു പാലട പായസവും കൂടെ ഉണ്ടാക്കി. ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും അടിപൊളിയായി ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മുടെ കൈനീട്ട പരിപാടികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ആഘോഷിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടങ്ങൾ കൊടുക്കുന്നു, അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെ ചിരിച്ചും കളിച്ചും കുറച്ച് നേരം പോയതറിഞ്ഞില്ല. അതിന്റെ മെയിൻ ആൾക്കാരാണ്. പിന്നെ ആരെ ജനിച്ചപ്പോ ഡോക്ടറെ അടുത്ത് വാങ്ങി. അത് മറക്കരുത്. മനസ്സിലായോ? ജയനാഥ് കുറേ പൈസ കിട്ടട്ടെ. പേഴ്സ് ജഗന്നാഥിന് എടുത്തു വെക്കണം കേട്ടോ. അമ്മ ചേച്ചിക്കും കൂടി ഒരു ഉമ്മ കൊടുക്കൂ. ആക്കിക്കോ. അതെ, ബ്ലഷ് ചെയ്ത്. അതെ 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 അതെ. അവിടെ ഇരിക്കട്ടെ, അതൊക്കെ സ്നേഹത്തിന്റെ. അതവിടെ ഇരിക്കട്ടെ. ഞാൻ വിഷുക്കണി കണ്ടു വന്ന ഉടനെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് പടക്കങ്ങളൊന്നും പൊട്ടിച്ചില്ല കേട്ടോ. കാരണം വൈകുന്നേരം എല്ലാവരും കൂടെ പൊട്ടിക്കണ ഒരു വൈബ് എന്തായാലും അപ്പം കിട്ടില്ലല്ലോ. സോ എല്ലാവരും കളിച്ച് ചിരിച്ച് കുറേ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ഇതേപോലെ കളറാക്കി എന്ന് പറയാം വിഷു. അപ്പം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ വിഷു ആഘോഷം. ഹോപ്പ് എവരിവൺ ലൈക്ക് ദ വീഡിയോ. See you on my next video. Bye bye, take care, and once again happy Vishu.